ഇങ്ങോട്ട് കിട്ടിയുണ്ടല്ലോ. ഏയ് കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം എങ്ങടെയും ഇറങ്ങിപ്പോവും. കുറെ നേരമായി കുണുകുണു പറഞ്ഞ് കിടന്ന് സൗകര്യം കിടത്തുന്നു. സോറി പ്രകാശ് ഏട്ടാ, റിയലി സോറി. 2 വർഷമായില്ലേ, ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നിനും പ്രകാശ് ഏട്ട റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ കരുതി പിണക്കം മാറും. ഇടയ്ക്ക് അമ്മാവന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയ പിണക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശായിട്ട് പിണക്കം മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. നാളെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയേക്കണേ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാറില്ല. ശരി എന്നാ, ഗുഡ് നൈറ്റ്. നിക്കടി, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്കുന്ന്. സത്യമായിട്ട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. ഇങ്ങോട്ട് നോക്ക്. ഇതിപ്പോ ഞാനാണ് ആവശ്യമില്ലാതെ സീനാക്കിയത്. അതേടി, സത്യമായിട്ട് എന്റെ ദേഷ്യം മാറിയെന്ന്.